കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമക മഹോത്സവം. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത എന്നാൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത തിരുനാവായിലെ മഹാമകം. പണ്ട് 12 വർഷങ്ങൾക്ക് നടത്തിയിരുന്ന പ്രശസ്തമായ മാമാങ്കം ഈ മഹാമകത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് ഹൈദർ അലിയുടെയും ടിപ്പുവിന്റെ അധിനിവേശം കാരണം ഈ മഹോത്സവം 200 വർഷത്തോളം മുടങ്ങിപ്പോവുകയുണ്ടായി. എന്നാൽ 2019 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായിലെ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ മഹോത്സവം നടന്നു വരുന്നു. 2026 ജനുവരി 24 75,000 മുകളിൽ ആൾ പങ്കെടുത്തു. 2026 ജനുവരി 25 ഞായറാഴ്ച 1,00,000 പിന്നിട്ടു. പിന്നീട് അങ്ങോട്ട് ഒരു ജനപ്രവാഹമായിരുന്നു. അതിന്നും തുടരുന്നു. ഇത്രത്തോളം ആൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവത്തെ പറ്റി കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ മൗനം പാലിക്കുന്നു. എന്നാൽ കേരളത്തിലെ പുറത്തുള്ള ചാനലുകൾ, ദേശീയ ചാനലുകൾ, അന്തർദേശീയ ചാനലുകൾ പോലും ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ ഇവർ അതിൽ നിന്നും മാറി നിൽക്കുന്നു. ഇവർക്ക് TRP റേറ്റിംഗും സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിൽ ഇതൊന്നും വാർത്തയാവില്ല. പക്ഷേ സോഷ്യൽ മീഡിയക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും എന്ന് വേണ്ട വാട്സപ്പ് സ്റ്റാറ്റസുകൾ പോലും ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ കുംഭമേളയെ പറ്റിയാണ്. ഹാഷ്ടാഗ് കേരള കുംഭമേള വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. താൽക്കാലിക പാലത്തിന് സർക്കാർ സ്റ്റോപ്പ് മെമ്മോ നൽകി, രഥയാത്ര പോകാൻ അനുവദിച്ചില്ല. ഇതെല്ലാം ജനകീയ പ്രതിഷേധങ്ങളുടെ മറികടക്കാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ഇതിനെ അട്ടിമറിക്കാൻ അനുവദിച്ചില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വാരണാസിയിൽ പോയാൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഭാരതപ്പുഴയിൽ കാണാൻ കഴിഞ്ഞു. ജൂന അഖാഡയിലെ സാധുക്കളുടെ സാന്നിധ്യവും നിള ആരതിയും ഭാരതപ്പുഴയിലെ പുണ്യസ്നാനവുമെല്ലാം ജനങ്ങളെ അവിടേക്ക് ആകർഷിച്ചു. നമ്മുടെ സംസ്കാരം ട്രെൻഡാവാൻ ഒരു മീഡിയയുടെയും ആവശ്യമില്ലെന്ന് തെളിയിച്ചു. ഇതിനിടയിൽ ചില മാധ്യമങ്ങളെ എടുത്തു പറയാതെ വയ്യ. ന്യൂസ് 18ഉം അമൃത TVയും ജനൻ TVയും DD ന്യൂസും ഇതിന് അത്യാവശ്യം വാർത്താ പ്രാധാന്യം നൽകി. എന്നാൽ കേരളത്തില് നമ്പർ 1 എന്നും 2 എന്നും 3 എന്നും പറഞ്ഞ് വീമ്പിളക്കുന്ന ചില ചാനലുകൾ ഇതിനെ പാടെ തമസ്കരിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ഈ ചാനലുകളുടെ വിശ്വാസ്യത ഇടുകയാണ്. പക്ഷെ അവരെന്നും സ്പോൺസർഷിപ്പിന് പുറകെയാണ്. സോഷ്യൽ മീഡിയയെ ആളുകൾ കൂടുതൽ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പല ചാനലുകൾക്കും വാർത്തയിലെ സത്യങ്ങളല്ല, മറിച്ച് പണവും റേറ്റിംഗുമാണ് പ്രാധാന്യം. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു സാംസ്കാരിക സംഗമം നമ്മുടെ നാട്ടിലെ ചാനലുകൾ കാണിക്കാത്തത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മടിക്കരുത്.